ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതുകൂടാണ്ട് ഇത്തിരി വയ്യാണ്ടാവുകയും ചെയ്തു. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നല്ല ഉഷാറായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചു പറ്റില്ല എന്ന്, പിന്നെ നോക്കിയപ്പോൾ കുറച്ച് നേരം ഗ്രൂപ്പിൽ കുട്ടികളുടെ കൂടെയൊക്കെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറി. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ ചാക്കോച്ചൻ ചിരിച്ചു കൊണ്ടിരിക്കണു. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തരെയും മനസ്സിലായി തുടങ്ങി. ഞാനെവിടെയെങ്കിലുമൊക്കെ നിൽക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി പറന്ന് വന്നിട്ടാണ് എടുക്കാൻ പറയുക. അത് തന്നെ ഓരോരുത്തരുടെ അടുത്തേക്ക്. അപ്പാപ്പൻ എവിടെയും ചോദിച്ചാൽ അവൻ ഓടിപ്പോയി വാക്കറിൽ പോയിട്ട് അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയായി കുട്ടികൾ വളരെയല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്ന് തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള, അതായത് 2 മണിക്ക് മുമ്പായിട്ടുള്ള ശനിയാഴ്ച നമ്മളുടെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശനിയും ഞായറായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ പെൻഡിങ്ങിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ടൊരൊറ്റ ഇരിപ്പാണ് അതിൻ്റെ പിന്നാലെ കേട്ടോ. അപ്പോൾ തോമു ഡ്രസ്സ് മാറാനായിട്ട് അപ്പയും മക്കളും കൂടിയിട്ട് കയറാണ്. കാരണം ഇന്നും കൂടി ഡിവൈൻ അവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ ഒരു കാര്യം ചെയ്തു, ഡിവൈൻ ഇന്ന് എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഡിമ്പിളും പോകണ്ടല്ലോ. അപ്പോൾ അച്ചു ഇന്ന് തൊട്ട് പോയി തുടങ്ങുകയാണ്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് പോകുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നാൽ മതിയല്ലോ, രണ്ടാൾ മെനക്കെട്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഡിവൈൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്ലാനിങ്ങിൽ അവരിത് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് വേഗം പൊയ്ക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇടയിൽ ആ വാഷിംഗ് മെഷീനിൽ തുണികളിട്ട അതങ്ങോട്ട് അതിൻ്റെ പണി അത് ചെയ്തോളൂല്ലോ. അപ്പോഴാണ് പകർത്തിയിട്ടില്ല എന്നറിഞ്ഞത്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ, ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റ്. നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പകർത്ത്, ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാനത് പകർത്തിയിട്ട് ചെറിയ കുപ്പിയിലാക്കാം. ഇതിപ്പോൾ നമ്മളുടെ ബാക്കിലത്തെ സെർവൻറ്റ് ബാത്റൂമാണ് കേട്ടോ. അതിൽ ഫുള്ളിപ്പോൾ കുട്ടികളുടെ വണ്ടികളും പിന്നെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അട്ടിയിട്ടൊക്കെ. കാരണം ഇത് പെട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി ഈ കുപ്പിപ്പാട്ട പാർക്കാൻ വരുന്നവർക്ക് കൊടുക്കുക ചെയ്യുക. പിന്നെ ഈ പാത്രങ്ങൾ ഞാൻ അവിടെ വെക്കുമ്പോൾ കുട്ടികൾ അതെടുത്ത് കളിക്കുക. പിന്നെ അപ്പോൾ എനിക്ക് ഇരട്ടി പണിയാവണം. അപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ബാത്റൂം എന്നുള്ള സംഭവം മാറി ഞാൻ മിക്കവാറും അതൊരു സ്റ്റോർ റൂം ആക്കും. അല്ല, അത് ചോദിച്ചിട്ട് വേണം, ആശാരിമാർ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം. കാരണം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ, എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാത്റൂം ആയ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ മുമ്പ് വന്നിട്ടുള്ളവർക്ക് ഇപ്പം എൻ്റെ ബാത്റൂം കണ്ടാൽ വിചാരിക്കും, അയ്യോ ഇപ്പം ഇങ്ങനെയാണോ ബാത്റൂമിൻ്റെ രൂപം എന്നുള്ളത്. ഉപയോഗിക്കാണ്ടിട്ട് ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് എല്ലാ കുട്ടികളുടെ മഴയായപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെ നേരെ ഒതുക്കി താഴെ കബേർഡിലേക്ക് വെച്ചില്ല. ഞാൻ വേഗം അപ്പോഴേക്കും ഡാഡി എന്നെ വിളിച്ച് ഞാൻ നമ്മുടെ പണികൾ തുടങ്ങിയായി. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ കുപ്പിയിലാണ്, ഞാൻ 3 കുപ്പിയിലാക്കി പകർത്തി. നമ്മൾ ക്യാനിൽ നിന്ന് പകർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവിടുത്തെ വാഷ് ചെയ്യാനായിട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പാച്ചു റെഡി ആയിട്ട് നിൽക്കണു. ഇന്ന് അവർക്ക് ഗ്രീനാണ്. അവർക്ക് അന്ന് എന്താ പറയുക, ഫസ്റ്റ് ഡേ ചെന്ന ദിവസമായിരുന്നു, മറ്റേ മരം നടന്ന എൻവിറോൺമെൻറ്റ് ഡേ ആയിരുന്നു. പക്ഷെ അന്ന് ഇല്ലാത്ത കാരണം ഇന്നാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാളും നിന്നിട്ട് പറയാം, നിൻ്റെ ഷൂ പച്ച, എൻ്റെ ഷൂ പച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവരെ തന്നെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടി ആയപ്പോൾ രണ്ടാൾക്കും ഭയങ്കര ഉഷാറായി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ തോമ ഒറ്റയ്ക്കല്ലേ പോയത്. അപ്പോൾ പാച്ചുവിന് പിന്നെ അവിടെ ശീലമായ കാരണം അവൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് അപ്പോൾ ഓർക്കാപ്പുറത്ത് വന്നപ്പോൾ പാച്ചുവും അമ്മയും പച്ചയായി, ഡിവൈനും മോനും പച്ചയായി. ഇറങ്ങി വന്നപ്പോൾ അപ്പയും പച്ചയായി, അതായത് ഡോണും പച്ചയായി. അപ്പോൾ എല്ലാവരും പച്ച. അപ്പം ഞാൻ പറയായിരുന്നു, എല്ലാവരും പച്ചയിൽ കുളിച്ചിട്ടാണല്ലോ പോണേന്ന് പറയായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങി. അപ്പോൾ പാച്ചു അപ്പയുടെ കൂടെ ഹബ്ബിലാണ് കേട്ടോ കുറച്ച് നേരം. അവരെ കൊണ്ടാക്കി എല്ലാം കഴിഞ്ഞ് വന്ന് ഹബ്ബിലിരുന്ന് പിന്നെ അപ്പം തന്നെ പോയി ഇവരെ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടനും അനിയനും നടക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താ പറയുക, ഈ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഡോണും ഡയോണും ഇങ്ങനെയായിരുന്നു, ഞാൻ എപ്പോഴും പറയാത്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഡോണും ഡയോണും ഒരേ ചായയാണ്, ഒരേ മുഖമാണ്, ഒരേ തടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ജൂൺ 14. ശരിക്കും പറഞ്ഞാൽ 3 വർഷം മുമ്പ് ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. കാരണം ഇന്നാണ് ശരിക്ക് 3 ദിവസം മുമ്പാണ് ശരിക്കും ആ സ്റ്റിച്ച് ഇതായിട്ട് അങ്ങടോ ഇങ്ങടോ എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്ന ദിവസങ്ങൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഓർക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അത് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക്
എന്തോ വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ പോയ പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. പിന്നെ പച്ചുവിൻ്റെ ചിരിയും കളിയും ഇപ്പോൾ അസലായിട്ട് വർത്താനം പറയട്ടോ. ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ മുനമ്പത്തായിരുന്നല്ലോ. അവിടുന്ന് വന്നതിന് ശേഷം പല വർത്താനമൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവൻ. അപ്പോൾ ഞാനും പറയും, തോമു ശരിക്കും 3:15 ആയപ്പോഴാണ് സെൻറ്റൻസ് കറക്റ്റായിട്ട് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ആ സമയമാകുമ്പോൾ ഇവനും അങ്ങനെ ആയിക്കോളും. നമ്മൾ ആ തോമുവിനെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുക. അപ്പോൾ ദേ അപ്പയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എടുക്കും. അത് തോമുവിൻ്റെ എടുക്കും, ഡോൺ സ്റ്റാറ്റസ് ഇടും. അങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും കുട്ടികളുടെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് വിട്ടു. പിന്നെ എനിക്ക് ഇവരുടെ 3 പേരുടെ ഇടുമ്പോൾ എനിക്ക് 4ാമത് കസ്റ്ററിൻ്റെ ഇട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് പ്രയർ മാത്രമേ എൻ്റെ ഫോണിൽ ഇടാറുള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഉണ്ണികളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഫോട്ടോസ് എടുക്കാനും ഒന്നെങ്കിൽ തോമൂൻ്റെ ഉണ്ടാകുമ്പോൾ പാച്ചുവിൻ്റെ ഉണ്ടാവില്ല, പാച്ചുവിൻ്റെ ഉണ്ടാകുമ്പോൾ മറ്റേ ചാക്കോച്ചൻ്റെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെറുതെ, കാരണം നമ്മൾ അറിയാണ്ടാവും ഇങ്ങനെ ഓരോ ഫോട്ടോസ് ഇടുക. അപ്പോൾ ഒരാളുടെ കണ്ടില്ലെങ്കിൽ അപ്പം ചോദിക്കും, അതെന്താ നിങ്ങൾ ഇവൻ്റെ ഇടാത്ത അല്ലെങ്കിൽ അവൻ്റെ ഇടാത്ത എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തിനാണ് നമ്മളുടെ ഇടയിൽ വിഷമമില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് അതൊരു ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അപ്പന് ഡോണും ഡിവൈനും കുട്ടികളും ഡിമ്പിളും കൂടിയിട്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അപ്പാപ്പം പതിവടി ഗേറ്റ് തുറന്ന് അടച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കൂടിയുള്ള സമയമാണ് കേട്ടോ. അതായത് മറ്റേ പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു തിരക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭാരമായിരുന്നു ശരിക്കും. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞ് നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇന്നിപ്പോൾ ഡാഡി കുറേ കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഞാനിത് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറിയാണ്, കുറി ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു സമ്പാദ്യശീലം എപ്പോഴും നമ്മൾ മക്കൾക്കായാലും നമ്മൾ അമ്മമാർക്കായാലും അപ്പന്മാർക്കായാലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം ഇത്ര രൂപ നമ്മൾ കുറി വെക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ ചിലവാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിടിക്കും. അയ്യോ ഈ കുറി വെക്കാനുള്ള കാശ് നമ്മൾ ഉണ്ടാക്കണ്ടേന്ന് വിചാരിക്കും. എന്നിട്ടോ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ നമ്മൾ കൂട്ടി വെച്ച കാശ് ഒരു വലിയ തുകയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താ സന്തോഷം. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അത് നമ്മൾ നീക്കി വെക്കുന്ന ആ രൂപ അനുസരിച്ച്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കുറി വരുമ്പോഴേക്കും അയ്യോ ഇത്ര രൂപയൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കാണ്ട് ചെറിയൊരു എമൗണ്ടിൽ കുറി ചേർന്നിട്ട് അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം മറ്റ് ചിലവുകൾ നമ്മൾ കുറയ്ക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് ആ ചിലവുകൾ കുറയ്ക്കും. ഇതണ്ട പറഞ്ഞ നേരം കൊണ്ട് അവരെത്തി. ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മണി തൊട്ട് 1 മണി വരെയാണ്. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ട് ഇവർ പോവലും കഴിയും വരലും കഴിയും. ശരിക്കും ഞാൻ ഇരുന്നോടത്തുനിന്ന് എണീക്കുമ്പോഴേക്കും ഇവരെത്തി. അപ്പോൾ തോമു ആകെ ഡെസ്പായിട്ടിരിക്കുക. കാരണം തോമു പോരുമ്പോൾ അറിയാണ്ട് ഛർദ്ദിച്ചു. ഇവിടെ ദേ പാച്ചു ഇറങ്ങിയ വഴിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാത്തതിന് കുമ്പിട്ട് നിന്ന് കരയണു. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈവാണ് കേട്ടോ. 3 ആളും നല്ല ബഹളമാണ്. അപ്പോൾ അങ്ങനെ 3 ആളും കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ഇരിപ്പിരിക്കുന്നിടത്തുനിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളും പോയേക്കല്ലായിരുന്നു. ഇവർ വന്നപ്പോഴാണ് സമയം 1:15 ആയോ എന്ന് ഞാൻ ആലോചിച്ചത്. പിന്നെ അവിടെ നിന്ന് ഒരു തിക്കും തിരക്കും ബഹളമായിരുന്നു. അപ്പോൾ ഡിമ്പിൾ വേഗം ചോറ് വയ്ക്കാൻ നിന്നു. പിന്നെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടു, ഞാനതൊക്കെ മറന്നു. പിന്നെ പൊന്നു വന്നിട്ട് അതൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഡിവൈൻ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയി. തോമു ഛർദ്ദിച്ചല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാക്കോച്ചനെ ഉറക്കണം. അങ്ങനെ 2 ആളുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ മാനേജ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയിലും ബീഫിലും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ വിപില. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് നല്ലൊരു വിശേഷം ഉണ്ടെന്ന്. ഇതാണ് എന്നെ കാണാൻ വന്നതാണ്, സർപ്രൈസായിട്ട് വന്നതാണ്. പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട് തുറക്കണമെങ്കിൽ ഞാൻ തന്നെ വേണ്ട, ഞാൻ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ വിപില എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്നൈയിലാണ് കേട്ടോ. കുന്നംകുളത്താണ് വീട്, കുന്നംകുളമാണ്. പക്ഷേ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ വിപിലയും മോനും കൂടി ഇവിടെ ഒരു മരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ഞാനും വിപിലയും പറയായിരുന്നു, എൻ്റെ പണ്ടത്തെ വീഡിയോസ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വിപില സന്തോഷ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 വർഷമായിട്ടുണ്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. പക്ഷേ കാണുന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ അവരിതേ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ തോമു ഉറങ്ങി, പാച്ചു ഉറങ്ങാണ്. പക്ഷെ പാച്ചു ഇറങ്ങുമ്പോഴേക്കും എണീറ്റു കേട്ടോ. അങ്ങനെ കുറേ നേരം കുറേ സംസാരിച്ച്
എന്താ പറയുക, മോനെയൊക്കെ കളിപ്പിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ എൻ്റെ മക്കൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ എല്ലാവർക്കും ആ സർപ്രൈസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ എന്താ പറയുക, കുട്ടികളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിപിൽ ആരോടും പറയാണ്ടാ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ചെന്നൈയിലുള്ള ആൾ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഇതെന്തപ്പോൾ ഇവിടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രിയും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെയാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് വീഡിയോ ഇടണോ വേണ്ടയോ, കാരണം എനിക്ക് വയറുവേദന ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണാവോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരോട് കുറേ നേരം സംസാരിച്ച് ചിരിച്ച് കളിച്ച് വന്നപ്പോൾ വയറുവേദനയും പോയി, എല്ലാതും പമ്പ കിടന്നു. അങ്ങനെ അപ്പം ഇവരുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ വിപിലയുടെ ഇപ്പം മരണാവശ്യത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനും സമയം അറിയാനും ഒന്നും വഴി അറിയാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് വിപിലയും മോനും യാത്രയായി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയുക, എൻ്റെ മനസ്സ് നിറഞ്ഞു. വിപിലയ്ക്കും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ വിപില പോയി. അപ്പോൾ വിപില സന്തോഷമാണ്, ഫുൾ നെയിം വിപില സന്തോഷ് എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിപില പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എന്തോ 5:45 ആയപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തുടങ്ങി. അപ്പോൾ ഡിംപിൾ പറഞ്ഞു, എന്തായാലും മമ്മി പുറത്ത് പോകാൻ വിചാരിച്ചല്ലേ, ഇങ്ങനെ വീട്ടിൽ തൂങ്ങി പിടിച്ചിരുന്നാൽ ശരിയാവില്ല, നമുക്കെന്താ പോയിട്ട് വരപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയാലോ എന്ന്. അപ്പോൾ ഞാൻ പ്രഷർ നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു സംഭവം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, ഉപ്പുള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എന്തോ പ്രഷർ ഇത്തിരി കൂടി. അങ്ങനെ ഞാൻ മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ശരിക്കും സമയം 6:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ കണ്ടോ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് വണ്ടികൾ. എന്നാലും പിന്നെ അധികം എവിടെയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ, കാരണം അത്യാവശ്യ സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ പോയി വാങ്ങിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളെന്താ പറയുക, ഇവിടെ നെല്ലിക്കുന്ന് വഴിയെ പോകും. അപ്പോൾ എപ്പോഴും നെല്ലിക്കുന്ന് എത്തുമ്പോൾ ഞാൻ അമ്മേനെ ഓർക്കും, കാരണം അമ്മ ഇവിടെയാണ് കിടന്നുറങ്ങണത്. അപ്പോൾ ഇടയ്ക്ക് അമ്മേനെ ഇതിലേ പോകുമ്പോൾ അമ്മയെ ഓർക്കും. പറ്റാവുന്ന പോലെ കയറും. സന്ധ്യ നേരമായി കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പാടില്ല എന്നാണ് പറയുക, നട്ടുച്ചയ്ക്കും. അപ്പോൾ ആ 2 സമയത്താണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ കയറാറില്ല കേട്ടോ സാധാരണ. അതിവിടെ നിന്നല്ല, കെസ്റ്ററിൻ്റെ അടുത്തായാലും ചേച്ചിയുടെ അടുത്തായാലും അങ്ങനെ ഒരു വിശ്വാസമാണ്, നട്ടുച്ച നേരത്ത് പോകരുതെന്നും പിന്നെ വൈകുന്നേരങ്ങളിൽ പോകരുതെന്നും. അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാ അതൊക്കെ തെറ്റിക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കാർ പാർക്കിങ്ങിൽ ഹൈ റോട്ടിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഹൈ റോട്ടിൽ കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ അതേ ഇവിടെ പാച്ചൂട്ടന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, അവൻ്റെ ബർത്ത്ഡേ ആണ് 14-ാം തീയതി. അപ്പോൾ അതിന് സംബന്ധമായിട്ട് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും കൂടി ഉണ്ടായാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങി എനിക്ക് പറ്റാണ്ടായി തുടങ്ങി, എന്തോ തല ചുറ്റണോ, ആകെ കൂടി എനിക്ക് കുഴഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അധികം നിൽക്കണ്ട, പോവാമെന്ന് പറഞ്ഞ് കാര്യമായിട്ടൊന്നും നോക്കാൻ നിന്നില്ല കേട്ടോ, എനിക്ക് പറ്റിയില്ല നിൽക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ കുട്ടികൾ വാങ്ങിക്കില്ലേ, കേരള ടോയ്സ്, അവരുടെ തന്നെ ക്രാഫ്റ്റിൻ്റെ മാത്രം സാധനങ്ങളുള്ള ഷോപ്പാണ്, തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിന് സന്തോഷമായി. പാച്ചു ഇങ്ങനെ പതിവുംപടി ബോർഡുകളൊക്കെ എടുത്ത് നിരത്തി വെക്കുക, മുകളിൽ വെക്കുക. അവനതൊരു ഹോബിയാണ്. പോകുമ്പോൾ ഒക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടാണ് ഇറങ്ങാട്ടം മൂപ്പര്. അല്ലെങ്കിൽ അത് വേണമെന്നോ ഒന്നും പറഞ്ഞവൻ വാശി പിടിക്കുകയൊന്നുമില്ല. എന്തോ അതൊരു വലിയ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ പതിവുംപടി എല്ലാ സാധനങ്ങളും, അതുപോലെ അവിടെ ചെല്ലും ബോൾ എടുക്കും, ബോൾ എടുത്തിട്ടൊന്ന് നോക്കും, 2 കളി കളിക്കും, അവിടെ തിരിച്ചു കൊണ്ടുവയ്ക്കും. അങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കും, അതൊക്കെ പരത്തി വെച്ച് ഒതുക്കി വയ്ക്കും. അപ്പോൾ ഞാൻ കളിയാക്കും, അപ്പം അമ്മയുടെ പോലെയാടാ നീ, അല്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കണത് അങ്ങനെ മിണ്ടുമ്പോൾ ഒതുക്കി. എനിക്ക് തുണികൾ തോരയിടുമ്പോൾ വരെ അത് അതിൻ്റേതായ ഒരു അടുക്കും ചിട്ടയിൽ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെ. അപ്പം ഞാനെപ്പോഴും മനസ്സിൽ വിചാരിക്കുക, എന്തായാലും നമ്മളൊരു പണി ചെയ്യണ്ടേ, എന്നാൽ ചെയ്യുന്ന പണി കുറച്ച് വൃത്തിയിൽ ചെയ്തപ്പോൾ എന്താ കുഴപ്പം, എടുക്കുന്ന സമയമൊന്നും തന്നെയല്ലേ. അപ്പോൾ നമ്മൾക്കൊരു വിശ്വാസം, അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതാണ് അത് തന്നെയാണ് തോന്നുന്നുണ്ട് പാച്ചൂരും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഹൈ റോട്ടിൽ 2 ഷോപ്പിലും കയറി, കേരളയിലും കയറി, അവരുടെ തന്നെ ക്രാഫ്റ്റിൻ്റെ അവിടെയും കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ റിലയൻസിലേക്കാണ് വന്നത്. അപ്പോൾ റിലയൻസിൽ വന്ന വഴിക്ക് ഡിംപിൾ ചോദിച്ചു, മമ്മി കട്ടൻസിലെങ്ങാനും കയറണോ? ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഡാഡിയോടും ചോദിച്ചപ്പോൾ ഡാഡിയും പറഞ്ഞു വേണ്ട. പക്ഷേ എന്തോ ഡാഡിക്കും ബാക്ക് പെയിൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയെങ്കിലും അവിടെ കയറി സാധാരണ നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ റിലയൻസിൽ പോയാൽ എൻ്റെ മറ്റേ ട്രോളിയിൽ എന്തോരം സാധനങ്ങളുണ്ടാവുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ റിലയൻസിൽ കയറി ഇറങ്ങുന്നത്. കാരണം എനിക്ക് കയറിയപ്പോൾ തൊട്ട് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങൾ, എന്നാൽ ഛർദ്ദിക്കാനായിട്ട് വരുന്നില്ല, എന്നാൽ എന്തൊക്കെയോ പ്രശ്നം. അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി
ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് പോയി, ഇനി ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് പറ്റില്ല കുട്ടികളെയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് വാങ്ങി. അപ്പോൾ ഡാഡി പറഞ്ഞു എനിക്ക് ചൂടുള്ളൊരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഡാഡി ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് ഡിമ്പിളിനും വാങ്ങിക്കൊടുത്തു, ഞാൻ കുടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചോയ്സിലിറങ്ങി. ചോയ്സിൽ നിന്ന് അരിയും, ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് എനിക്ക് ഒന്നും പറ്റിയില്ല എന്ന്. ഇവിടെ ഇറങ്ങിയിട്ടാണ് അരിയും പഞ്ചസാരയും കല്ലുപ്പും വാങ്ങിയത്. വിട്ടുപോയി ഞാൻ, എനിക്ക് കാരണം നമുക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മൾ ഒന്നിലും ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഡിവൈൻ്റെ ഓൾറെഡി ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന ചപ്പാത്തി ഉപയോഗിച്ച കാര്യം കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളുടെ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ, ടോയ്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ക്രാഫ്റ്റിൻ്റെ കടയിൽ നിന്ന്, കേരള ടോയ്സിൽ നിന്ന്. പിന്നെ ആകെ ഞാൻ ഇത്രയേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും വാങ്ങിയില്ല. എനിക്ക് പറ്റിയില്ല വാങ്ങിക്കാനായിട്ട്. ഞാൻ ഇത്രയും എടുത്ത് വരുമ്പോഴേക്കും എനിക്ക് എന്താ പറയുക, എനിക്കും വയ്യ, പിന്നാലെ ഡാഡിക്കും വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മറ്റേ മൂടികൾ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് എന്തോ അത് ഇഷ്ടമായില്ല. നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വലിച്ചിടുന്ന മൂടി. ഈ മൂടി ഇങ്ങനെ കാണിച്ചു വന്നതും എനിക്ക് പറ്റാണ്ടായി. അങ്ങനെ തന്നെ ഡാഡി അപ്പുറത്ത് ഛർദി തുടങ്ങി. എനിക്ക് ഭയങ്കര വയറുവേദനയും ഛർദി വരുന്നില്ല. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ആ സമയത്ത് കിടന്നുറങ്ങിയിട്ട് 11 മണിക്കാണ് എണീറ്റത് രാത്രി കേട്ടോ. ആ എണീറ്റ് കുട്ടികളെ എനിക്ക് ചായ കൊണ്ട് തന്നു, മരുന്ന് കഴിച്ചു. അങ്ങനെ ഞാൻ അവിടെ കിടന്നു. അപ്പോൾ 11 മണി. ഞാൻ പറഞ്ഞു കുട്ടികളോടൊക്കെ, അവരൊക്കെ കിടന്നു. കിടന്നതിന് ശേഷം എനിക്ക് ഉഷാറായി എന്ന് തോന്നിയപ്പോൾ ഞാൻ പതുക്കെ എണീറ്റു. കാരണം വിപില വന്നു പോയ ഫോട്ടോസോ വിശേഷങ്ങളോ ഒന്നും ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് എണീറ്റ് അവരോടൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓക്കെ ആണെന്ന്. എന്നാൽ പിന്നെ വോയിസ് ഓവറും കൊടുത്ത് നിങ്ങൾ നാളെ എന്ത് പറ്റി ആൻറ്റി എന്ന് ചോദിക്കാനുള്ളൊരു ഇട വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ പണി അങ്ങോട്ട് ചെയ്തു. പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ.